ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനൊടുവിൽ ഞാനിപ്പോൾ ഒരു മാസമായിട്ട് കേക്കിൻ്റെ എല്ലാ ടൂൾസും മെറ്റീരിയൽസും അടങ്ങിക്കൊണ്ട് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെയാണ്, മേലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കേക്കിൻ്റെ ബേസിക് ടൂൾസും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻട്രോ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇതാണ് എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു മാസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്, അതോടൊപ്പം തന്നെ ഈ വരുന്ന 6th ഒരു ബേക്കിംഗ് ക്ലാസ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ചെയ്ത കേക്കിൻ്റെ മോഡലാണ് മുമ്പ് ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ആളും ഞാനും ചേർന്നിട്ട് ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് സെറ്റായി വരുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം കേക്കിൻ്റെ. അപ്പോൾ അതൊക്കെ കണ്ട് എനിക്കും കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട ബേസിക് ടൂൾസും അതിൻ്റെ യൂസസൊക്കെ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ യൂണിറ്റിൻ്റെ വിശേഷങ്ങളും. ഞാൻ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് മണി പ്ലാന്റ്സും വെച്ചിരുന്നു. അതൊക്കെ ഏകദേശം വലുതായി വന്നിട്ടുണ്ട്. കാക്ടസും മണി പ്ലാന്റും ഒക്കെ ആയിട്ട് 2-3 തരം ചെടികളും വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ കേക്ക് ക്ലാസ്സിൻ്റെ ഞാൻ പറഞ്ഞു, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി 2 ദിവസം കൂടിയുള്ളൂ. മോർണിംഗ് 10:30 to 5-6 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. കേക്കിന് ഉണ്ടാക്കാൻ വേണ്ട നമ്മുടെ പാത്രമാണിത്. അത് സ്ക്വയർ മോൾഡും ഉണ്ട്, റൗണ്ട് മോൾഡ് ഉണ്ട്, പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡും ഉണ്ട്, പിന്നെ ബാർബി കേക്കിനുള്ള മോൾഡ്. കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറവ് വരുന്നത് റൗണ്ട് മോൾഡിനാണ്. ബാർബി മോൾഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും. പിന്നെ അതുപോലെ തന്നെയാണ് ഹാർട്ട് മോൾഡിൻ്റെ കാര്യമായാലും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 1/2 kg ഹാർട്ട് ഷേപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡുകളാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ മോൾഡുകളാണ്. പിസ്സ മോൾഡ് ഉണ്ട്, പിന്നെ ബ്രെഡിൻ്റെ മോൾഡ് ഉണ്ട്. ഇതൊക്കെ കപ്പ് കേക്കിൻ്റെ മോൾഡുകളാണ്. പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിലിക്കോൺ മോൾഡുകളാണ് ഇതൊക്കെ. വളരെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ് മോൾഡാണ്. ഈ നോൺ സ്റ്റിക്കിൻ്റെയാണ്. നമ്മൾ ആലുമിനിയത്തിനേക്കാൾ കുറച്ച് റേറ്റ് കൂടി നിൽക്കുന്ന ടൈപ്പാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് ടീസ്പൂൺ, നൈഫ്, പിന്നെ പൈപ്പിംഗ് ബാഗ്, ക്യാൻഡിൽസ്, ഇതൊക്കെയാണ്. ഞാനൊരു ഷോക്കേഴ്സ് ഉണ്ടായിരുന്നു, അതിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ജാർ കേക്കിന് വേണ്ട ടീസ്പൂൺസൊക്കെയാണ് പിന്നുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് നൈഫാണ്, വുഡൻ നൈഫാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് നൈഫാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ വുഡൻ നൈഫും അവൈലബിൾ ആണ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നൈഫാണിത്. പ്രൈസൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഏകദേശം അല്ല, സെയിം തന്നെയാണ്. 3 rupees തന്നെയാണ് വരുന്നത്. പ്ലാസ്റ്റിക് നൈഫിനും ആ റേറ്റ് തന്നെയാണ് വന്നിരുന്നത്. ഇപ്പോൾ കൂടുതൽ പേരും ഇതാണ് കൊണ്ടുപോകുന്നത്. അതാണ് അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് നൈഫ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് പ്ലാസ്റ്റിക് നൈഫ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബൗളുകളാണ്, കേക്കിൻ്റെ ബൗളുകളാണ്. ലാർജ് സൈസ് വരുന്നുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസും വരുന്നുണ്ട്. കേക്ക് ബാറ്റർ നമുക്ക് ഉണ്ടാക്കാനും അതുപോലെ ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ബൗൾ യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബീറ്ററിൽ ചില ബീറ്ററൊക്കെ ആവുമ്പോൾ ഒരുപാട് സ്മെല്ല് വരും, പിന്നെ ഒരുപാട് വലിയ സൗണ്ടും വരും. അപ്പോൾ ഇങ്ങനത്തെ ബൗളുകളിലൊക്കെ ആവുമ്പോൾ സൗണ്ടൊക്കെ വളരെ
ലോ നോയ്സും ഒക്കെ ആയിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് കപ്പ് കേക്കിൻ്റെ മോൾഡുകളാണ്, പേപ്പർ മോൾഡുകളാണ്. ഇതൊക്കെ വൺ ടൈം യൂസാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് അത് ചെയ്യല്ല വേണ്ടത്. നമ്മൾ അലുമിനിയം മോൾഡ് ഉണ്ടെങ്കിൽ അതിൽക്ക് ഈ പേപ്പർ മോൾഡ് വെച്ച് അതിൽ ബാറ്റർ ഒഴിച്ചിട്ടാണ് നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഗോൾഡൻ കപ്പ് കേക്കിനാണ് കുറച്ച് റേറ്റ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഗോൾഡൻ ബോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കുറച്ച് റേറ്റ് കൂടുതൽ അതിന് തന്നെയാണ്. പിന്നെ ഇതാണ് ഫെറോഷറിൻ്റെ ഷെല്ലാണിത്. ഇപ്പോൾ എല്ലാവരും എല്ലാ ഫങ്ഷനും ഹാമ്പറൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളാണ് ഈ ഫെറോയുടെ ഷെല്ലെന്ന് പറയുന്നത്. ബാക്കി എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫെറോ മേടിക്കുന്ന ആ ഒരു കോസ്റ്റും ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ വരുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്ന കേക്കിൻ്റെ പൗഡറുകളാണ്. കോൺഫ്ലോർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ജെല്ലി, പിന്നെ ഫലൂദ മിക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും ക്രിസ്റ്റൻ കമ്പനിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബ്രാൻഡാണ് ക്രിസ്റ്റൻ കമ്പനിൻ്റെ എല്ലാ പ്രോഡക്ട്സും. കൊക്കോ പൗഡർ അങ്ങനെ തന്നെയാണ്, ക്രിസ്റ്റൻ കമ്പനി തന്നെയാണ്. പിന്നെ നമ്മൾ ലൂസായിട്ടും ആവശ്യമുള്ളതിനനുസരിച്ച് ലൂസായിട്ടും കൊടുക്കുന്നുണ്ട്, പാക്ക് ചെയ്തിട്ട് റീപാക്ക് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ചോക്കോ ചിപ്സ്, വൈറ്റ് ഡാർക്ക്, പിന്നെ സ്പ്രിങ്കിൾസ്, പേൾസ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗോൾഡൻ ബോൾസിനാണ് കുറച്ച് റേറ്റ് കൂടുതൽ. പിന്നെ പോപ്സിക്കിളിനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല വൈറ്റ് പേൾസ്, ഓഫ് വൈറ്റ് പേൾസും വരുന്നുണ്ട്. അതിനും കുറച്ച് മറ്റുള്ളതിനേക്കാട്ടും കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതാണ് സിൽവർ പേൾസ്. ഇതൊക്കെ 100 ഗ്രാമിലാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിനിമം 100 ഗ്രാമാണ്. പിന്നെ അതിൻ്റെ പിങ്ക് കളറിലുള്ള നല്ല ഭംഗിയുള്ളൊരു പേളാണിത്. പിന്നെ അതിലും കുറച്ചൊരു റേറ്റ് കുറവ് വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള സ്പ്രിങ്കിൾസിനാണ്. അതും എല്ലാ കളേഴ്സും, മിക്സഡ് കളേഴ്സും റെയിൻബോ കളേഴ്സും ഒക്കെ ആയിട്ട് പേൾസ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എഡിബിൾ ഫ്ലവേഴ്സാണ്, എല്ലാതും എഡിബിൾ തന്നെയാണ്. അതിനും കുറച്ച് റേറ്റ് കുറവാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ടൈഗറിൻ്റെ എസെൻസുകളാണ്. ഈ ടൈഗറിൻ്റെ എസെൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്പഞ്ചിനും ആ കളറ് കിട്ടും എന്നുള്ളതാണ്. ബാക്കിയാവുമ്പോൾ നമ്മൾ എസെൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പഞ്ചിൽ നമ്മൾ കളറ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ടൈഗറിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് എന്ന് പറയുന്നത് മാജിക്കിൻ്റെ കളേഴ്സ്, പിന്നെ കളർ മിസ്റ്റിൻ്റെ, ഷെഫ് മാസ്റ്ററിൻ്റെ, അങ്ങനെയാണ്. മാജിക്കിൻ്റെ കളേഴ്സിന് ഒരു 100 റുപ്പീസ്, 120 ആ ഒരു റേഞ്ചിലാണ് മാജിക്കിൻ്റെ കളേഴ്സ് വരുന്നത്. ജെൽ കളർ തന്നെയാണ്. പിന്നെ കളർ മിസ്റ്റിൻ്റെ ലിക്വിഡ് കളേഴ്സ് വരുന്നുണ്ട്. നല്ല കളറാണ്, ലിക്വിഡ് ആണെങ്കിൽ പോലും നല്ല കളേഴ്സാണ് കളർ മിസ്റ്റിൻ്റെ ലിക്വിഡ് കളേഴ്സ്. പീച്ച്, പിങ്ക്, അങ്ങനെ ഒരു 3-4 കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറുകൾ. പിന്നെ ഷെഫ് മാസ്റ്ററിൻ്റെ പിന്നെ എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടത് കളർ മിസ്റ്റിൻ്റെ ജെൽ കളേഴ്സൊക്കെയാണ്. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ നല്ല കളർ കിട്ടുന്നത് കളർ മിസ്റ്റിൻ്റെ ഡബിൾ റെഡ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതൊക്കെ നല്ല കളറ്. ഷെഫ് മാസ്റ്ററിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കളർ കൂടുതൽ കിട്ടുന്നത് കളർ മിസ്റ്റിൻ്റെയാണ്. പിന്നെ ഇതൊക്കെയാണ് നോസിൽ സെറ്റുകൾ വരുന്നത്. അതൊരു 30 റുപ്പീസ്, 60 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് നോസിൽസ് വരുന്നത്. പിന്നെ ബേസിക് ആയിട്ട് വേണ്ട ടൂൾസാണ്. ഇതാണ് ഐസിങ് നൈഫ് എന്ന് പറയുന്നത്. ഒരു 1 kg 2 kg കേക്കിനൊക്കെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐസിങ് നൈഫാണ് ഇത്. ഒരു 100 റുപ്പീസ്, 120 റുപ്പീസ്, 110 റുപ്പീസ് ആ റേഞ്ചിലൊക്കെയാണ് ഐസിങ് നൈഫ് വരുന്നത്. പിന്നെ സ്പാച്ചുല, ബാറ്ററൊക്കെ നന്നായി നമ്മുടെ മോൾഡിലേക്ക് കിട്ടാൻ യൂസ് ചെയ്യുന്നതാണ് സ്പാച്ചുല. പിന്നെ ഷുഗർ സിറപ്പൊക്കെ സ്പഞ്ചിലൊക്കെ ഒഴിക്കാനായിട്ടും അത് ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ബ്രഷുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് 70 റുപ്പീസ്, 60 റുപ്പീസ്, 90 റുപ്പീസ് ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ റേറ്റ്. ഇത് ഞാൻ ആദ്യം കാണിച്ചതിനേക്കാൾ കുറച്ച് വലിയ ഐസിങ് നൈഫാണ്. ഒരു 3, 4, 2 ആ ഒരു kg കേക്കൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ അത് വിസ്ക്. ഇതെന്ന് പറയുന്നത് ഫൊണ്ടൻറ്റുകളാണ്. ഫൊണ്ടൻറ്റും അതിൻ്റെ യൂസും അതിൻ്റെ ഷേപ്പും അതിൻ്റെ മോൾഡൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് നമ്മൾ വിസിയോണിൻ്റെ, മാജിക്കലാറ്റ, ഡെൽറ്റ അങ്ങനത്തെ 2-3 കമ്പനീസൊക്കെയാണ് ഫൊണ്ടൻറ്റ് യൂസ് ചെയ്യുന്നത്.
പിന്നെ കുറച്ച് ടോപ്പേഴ്സാണുള്ളത്. അത് ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ടോപ്പേഴ്സിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 5, 10, 15, 20, 30, 40, 50, 60 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നതും. നല്ല ഭംഗിയുള്ള ടോപ്പേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ടോപ്പേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാത്തിനും നല്ല റേറ്റ്. നമ്മൾ ആദ്യമൊക്കെ 75 റുപ്പീസിനൊക്കെയാണ് ഇത് കൊടുത്തിരുന്നത്. ഇപ്പോൾ എല്ലാത്തിനും 60, 30 റുപ്പീസും 20 റുപ്പീസും 5 റുപ്പീസിൻ്റെയും ഇപ്പോൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള 2 റുപ്പീസിൻ്റെയൊക്കെ ടോപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് കേക്ക് സ്ലൈസർ എന്ന് പറയുന്നത്. നമ്മുടെ സ്പഞ്ച് നല്ല ലെവലിൽ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു നൈഫാണ് കേക്ക് സ്ലൈസർ എന്ന് പറയുന്നത്. പിന്നെ ഇത് തുടക്കക്കാർക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടേൺ ടേബിളാണ്. ഒരു 230 റുപ്പീസിലൊക്കെയാണ് അത് വരുന്നത്. പിന്നെ ഇത് കപ്പ് കേക്കിൻ്റെ ബോക്സുകളാണ്. 4 കപ്പ് കേക്കിൻ്റെ 6, 8, 10, 12 അത്ര കപ്പ് കേക്കൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ബോക്സുകളാണ് ഇത്. പിന്നെ ഐസിങ് ഷുഗർ, നമ്മുടെ ഷുഗറിനേക്കാൾ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലുള്ള ഒരു ഷുഗറാണ് ഐസിങ് ഷുഗർ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ മെഷറിംഗ് കപ്പുകളാണ്. 2 ടൈപ്പ് മെഷറിംഗ് കപ്പുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാതും ഒരേ റേറ്റ് തന്നെയാണ്. ഇതൊരു നല്ലൊരു കേക്ക് സ്റ്റാൻഡാണ്. നിങ്ങൾ പല വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുമേൽ കേക്ക് വെച്ച് ഫോട്ടോസിനും ഭംഗിയാണ്, കേക്കിനും ഭംഗി കൂടുതലാണ്. നല്ലൊരു കേക്ക് സ്റ്റാൻഡാണത്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചതിനേക്കാൾ ടേൺ ടേബിൾ കുറച്ച് റേറ്റ് കൂടുതലിൻ്റെ ടേൺ ടേബിളാണ്. കുറച്ച് ഫാസ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടേൺ ടേബിളാണ് അത്. പിന്നെ ഇതൊക്കെ പേപ്പർ ബാഗുകളാണ്. നമുക്ക് കേക്ക് എവിടേക്കെങ്കിലും ക്യാരി ചെയ്യാനൊക്കെ നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ബാഗുകളാണ്. അത്യാവശ്യം നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അത്യാവശ്യം സ്പേസും ഉണ്ട്. 1 kg, 2 kg, 3 kg അതിൻ്റെ എല്ലാ പേപ്പർ ബാഗുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ജാറിൻ്റെ മോഡലുകളാണ് ഇതൊക്കെ. 350, 300, 250 ml ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ജാറുകളാണ് ഇതൊക്കെ. പിന്നെ കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡും പിന്നെ ട്രാൻസ്പാരൻറ്റ് ബോക്സും ആണ് വരുന്നത്. പിന്നെ ബീറ്ററും അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കേക്കുമേൽ വെക്കുന്ന ഫ്ലവറാണ്. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും പിന്നെ പേപ്പർ ഫ്ലവറൊക്കെയാണ്. അതിന് 30 റുപ്പീസ്, 35 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത്. കേക്കിന് ഭംഗി കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ചെറിയൊരു ടോപ്പറാണിത്. ഞാനിവിടെ ടേബിൾമ തന്നെ ഒരു ചെറിയ ബോക്സിലിട്ട് വെച്ചിരുന്നതാണ്. അതിനൊരു 20 റുപ്പീസ്, 22 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഫ്ലവർ വരുന്നത് ഓറഞ്ച്, പിങ്ക്, റെഡ് ആ ഒരു കളേഴ്സാണ്. പിന്നെ ഇതൊക്കെയാണ് നട്ട്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഡ്രൈ ലൈം, ഡ്രൈ ജിഞ്ചർ, പിന്നെ ട്രസ്ലെച്ചസിന് വേണ്ട ഡ്രൈ റോസ്, പിന്നെ നമ്മുടെ കോമ്പൗണ്ടുകൾ, മിൽക്ക് കോമ്പൗണ്ട്, വൈറ്റ്, ഡാർക്ക്, പിന്നെ ചോക്ലേറ്റ്, മെലോ അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഗ്ലേസും എല്ലാ ഫ്ലേവേഴ്സും ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, ബ്ലൂബെറി, റെഡ് വെൽവെറ്റ്, കിവി, ഗോൾഡ് ഡ്രിപ്പ് ചെയ്യാനൊക്കെ പറ്റിയ ഗോൾഡൻ്റെ ഗ്ലേസും ഇപ്പം ഉണ്ട്. അതുപോലെ തന്നെയാണ് ക്രഷും എല്ലാ ഫ്ലേവറും ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്ന ഫോണ്ടൻറ്റിൻ്റെ മോൾഡുകളും കട്ടേഴ്സുമാണ്. അതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഫോണ്ടൻറ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ കട്ടേഴ്സും അതിൻ്റെ ഷേപ്പുകളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ ബേബി ഷവറിന് പറ്റിയ, പിന്നെ ബേബി ഫുഡ്, സ്ലീപ്പിംഗ് ബേബി, അങ്ങനെ കുറേ മോൾഡുകൾ, സിലിക്കോൺ മോൾഡുകൾ വരുന്നുണ്ട് ഫോണ്ടൻറ്റിൻ്റെ. പിന്നെ എഡിബിൾ പെന്നുകളാണ് ഇതൊക്കെ. പിന്നെ കേക്കിന് വേണ്ട ബേസാണിത്. അത് 10 റുപ്പി, 12, 13 ആ ഒരു റേഞ്ചിലാണ്. അതിൻ്റെ റൗണ്ട് സിൽവറും ഉണ്ട്, സ്ക്വയർ സിൽവർ. പിന്നെ നമ്മൾ ഫങ്ഷനൊക്കെ ഇപ്പോൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഗോൾഡൻ്റെ ബേസാണ്. അതും അവൈലബിൾ ആണ്. ഒരു 2-3 രൂപയുടെ വ്യത്യാസമൊക്കെ ഉള്ളൂ ഈ സിൽവറും ഗോൾഡും തമ്മിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ബേസിക് ആയിട്ട് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.